ഓപ്റ്റിക്കൽ ട്രിഗറിങ് പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വയർലെസ്സിലോട്ട് വന്നിട്ട് വയർലെസ് കണക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ വയർലെസ് ട്രിഗറിങ്ങിൻ്റെ രണ്ടാമത്തെ മെത്തേഡായ റേഡിയോ ട്രിഗറിങ് എന്ന രീതിയെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് അതായിരിക്കും മിക്കവാറും ഉപയോഗിക്കേണ്ടി വരിക. എന്താണ് റേഡിയോ ട്രിഗറിങ്? നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഫ്ലാഷിൽ നിന്നുള്ള പ്രകാശം തട്ടിയിട്ട് മറ്റൊരു ഫ്ലാഷ് വർക്ക് ചെയ്യുന്ന രീതിയെ നമ്മൾ ഓപ്റ്റിക്കൽ ട്രിഗറിങ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് ഫ്ലാഷുകളും ക്യാമറയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്റ്റിക്കൽ ട്രിഗറിങ് ആയാലും വയർലെസ് റേഡിയോ ട്രിഗറിങ് ആയാലും നമുക്ക് ഒരു ക്യാമറയുടെ കീഴിൽ ഒരുപാട് ഫ്ലാഷുകളെ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്റ്റിക്കൽ ട്രിഗറിങ്ങിൽ ഒരേ സമയത്ത് എല്ലാ ഫ്ലാഷും വർക്ക് ചെയ്യണം എന്നതിന് ഒരു ഉറപ്പുമില്ല. പക്ഷേ റേഡിയോ ട്രിഗറിങ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ മുകളിൽ ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ട്രിഗർ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് നിങ്ങൾക്ക് എത്ര സ്ലേവുകളെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഒരേ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ലേവുകൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ക്യാമറയുടെ മുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൽ നിങ്ങൾ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കമാൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ട്രാൻസ്മിറ്റ് ഏതൊക്കെ ഫ്ലാഷിൻ്റെ റിസീവർ അതുമായിട്ട് ഒരേ റേഞ്ചിലുണ്ടോ, ഒരേ ഫ്രീക്വൻസിയിലും അതിൻ്റെ റേഞ്ചിലും ഉണ്ടാവണം. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ ഫ്ലാഷുകളും ഫയർ ചെയ്യുകയും ചെയ്യും. ഇതിനകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് റേഡിയോ ഫ്രീക്വൻസി ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇൻ്റർഫിയറൻസ് കുറവാണ്. അതായത് വേറൊരു ഫോട്ടോഗ്രാഫർ ഇത് സെറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരേ സമയത്ത് ഫ്ലാഷ് ഫയർ ആകാറില്ല. അതൊരു വലിയൊരു ഗുണമാണ്. ഈ റേഡിയോ ഫ്രീക്വൻസി ട്രിഗറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണത്. ഇൻ്റർഫിയറൻസ് കുറവാണ്, മറ്റുള്ള ചാനലുകളായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്ലാഷ് നിങ്ങൾ ട്രിഗർ ചെയ്യുമ്പോൾ മാത്രമേ അത് ഫയർ ചെയ്യുള്ളൂ. അതൊരു വലിയ പോസിറ്റീവ് സൈഡാണ്. ഇതിനുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരം ട്രിഗറുകൾ നിങ്ങൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കണം. കാരണം നിങ്ങളിലുള്ള ഫ്ലാഷിന് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ റിസീവർ യൂണിറ്റ് നിങ്ങൾ മൗണ്ട് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ക്യാമറയുടെ ഹോട്ട് ഷൂവിലേക്ക് മറ്റൊരു ഡിവൈസും മൗണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്തരം ഫ്ലാഷുകൾ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പം നമുക്കിതൊരു അധിക ചിലവാണ്. ഒരു 10,000 രൂപയുടെ ഫ്ലാഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു 2,000-3,000 രൂപ കൊടുത്തിട്ട് ട്രിഗറുകൾ വാങ്ങിക്കണം. അപ്പോൾ അതൊരു എക്സ്ട്രാ എക്സ്പെൻസാണ്. അതിനുള്ള സൊല്യൂഷൻ, നിങ്ങൾ ഫ്ലാഷ് വാങ്ങിക്കുമ്പോൾ ബിൽറ്റ് ഇൻ ട്രിഗറുകൾ ഉള്ള വയർലെസ് ട്രിഗറുകൾ ഉള്ള ഫ്ലാഷുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. നോർമൽ ട്രിഗറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ക്യാമറയുടെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാസ്റ്റർ ഡിവൈസിൽ നിന്നും കമാൻഡുകൾ എയറിലോട്ട് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് പ്രക്ഷേപണം ചെയ്യും. അപ്പോൾ അതിൻ്റെ റേഞ്ചിലുള്ള ഏതൊക്കെ ഫ്ലാഷിൻ്റെ ഏതൊക്കെ റിസീവർ അതിൻ്റെ റേഞ്ചിലുണ്ടോ അത് സെയിം പാറ്റേണിൽ കണക്റ്റഡ് ആണെങ്കിൽ അവയെല്ലാം തന്നെ ആ സമയത്ത് ഫ്ലാഷ് ഫയർ ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു ഫ്ലാഷിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇല്ല എങ്കിലൊക്കെ അതൊരിക്കലും ക്യാമറയിലുള്ള ഡിവൈസിന് തിരിച്ചറിയാൻ സാധിക്കില്ല. അതെപ്പോഴും അതിന് ഫയർ എന്നുള്ള കമാൻഡ് അങ്ങോട്ട് വിടുക. വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ, മാസ്റ്ററും സ്ലേവും മാത്രമാണ്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഫോട്ടോഗ്രാഫറിന് ഉറപ്പിക്കാൻ പറ്റില്ല ഏതൊക്കെ ഫ്ലാഷ് ഫയർ ചെയ്യും, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ബാറ്ററി കുറവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫോട്ടോഗ്രാഫറിന് അറിയാൻ പറ്റില്ല. ഓരോ ഡിവൈസിലും അതിപ്പോൾ നിങ്ങളൊരു 5 ഫ്ലാഷൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫീൽഡിൽ ഒരു ഹാളിലാണ് ഷൂട്ട് നടക്കുന്നതെങ്കിൽ ഫോട്ടോഗ്രാഫർ ഓരോ സമയത്ത് ഓരോ ഫ്ലാഷിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ പവർ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മാനുവലി അയാൾ സെറ്റ് ചെയ്യണം അവിടെ പവറും കാര്യങ്ങളൊക്കെ. എങ്കിൽ മാത്രമേ അയാൾക്ക് കൃത്യമായ ലൈറ്റുള്ള ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുള്ളൂ. അയാൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കൃത്യമായ ഫോട്ടോസ് എപ്പോഴും എടുക്കാൻ സാധിക്കില്ല. ഓരോ സമയത്തും ഒരു ഫ്ലാഷിന് എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ഓടിച്ചെന്ന് അവിടെ നോക്കി അതിൻ്റെ പവർ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ഒരു പ്രശ്നം മാനുവൽ അല്ലെങ്കിൽ നോർമൽ ട്രിഗറുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ട്രിഗറുകളിലേക്ക് പോകാം.